ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് UPI ID പണം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. യോനോ SBI ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതെങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് UPI ID പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അത് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന യോനോ SBI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് UPI ID എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും UPI ID എന്നൊരു ചിഹ്നം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. ഇവിടെയായിട്ട് നിങ്ങളുടെ UPI ID ടൈപ്പ് ചെയ്യുക. നമ്മൾ പണം അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആളുടെ UPI ID ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കോപ്പി പേസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വെരിഫൈ എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വെരിഫൈ ആയിട്ട് അവരുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ UPI ID കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മണി റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കാനുള്ള ബോക്സ് ഓപ്പൺ ആയി വരും. ഞാനിവിടെ 2000 രൂപയാണ് അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിർബന്ധമില്ല. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നോട്ട്സ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പേ എന്നൊരു ബട്ടൺ. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ UPI PIN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ ഒരു റൈറ്റ് മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ UPI ID നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന വിവിധ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.